എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് എക്കണോമിക്സിലെ ഒരു 30 ചോദ്യങ്ങൾ നോക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് നല്ലൊരു റിവിഷൻ ആയിരിക്കും. ഒരുവിധം എല്ലാ ഭാഗത്തു നിന്നും നമ്മൾ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. എന്നാലും വിട്ടുപോയിട്ടുണ്ടാവും ചില ഏരിയാസൊക്കെ, സാരമില്ല. അപ്പം എനിക്ക് കിട്ടുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തു. ഇനിയും നോക്കിയാൽ ചിലപ്പം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം എക്കണോമിക്സ് ഞാൻ ഇതോട് കൂടിയിട്ട് റിവിഷൻ മോക്ക് ടെസ്റ്റ് നിർത്തുവാണേ. ഇനി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വേറെ സബ്ജക്റ്റുകൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങൾ ഏതെല്ലാം? അപ്പോൾ താഴെ 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങളിൽ വരുന്നത്? നോക്കിക്കോ. ഫസ്റ്റ് വൺ, നോട്ട് അച്ചടിച്ചിറക്കൽ, ശരിയാണ്. വായ്പ നിയന്ത്രിക്കൽ, ശരി. ഗവൺമെൻറ്റിൻ്റെ ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക്, ഇതൊക്കെ നമ്മൾ റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നതാണ്. നോട്ട് അച്ചടിച്ചിറക്കൽ, വായ്പ നിയന്ത്രിക്കൽ, ഗവൺമെൻറ്റിൻ്റെ ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക് എല്ലാം RBI ബന്ധപ്പെട്ടതാണ്. അപ്പം നമ്മുടെ ആൻസർ ഏത് വരും? ഓപ്ഷൻ ഡി വരും അല്ലേ. 1, 2, 3, 4, 5 എല്ലാം അതിൽ. അയ്യോ, അഞ്ചാമത്തെ ഞാൻ വായിച്ചില്ലല്ലോ. ധാർമ്മിക പ്രേരണ അഥവാ മോറൽ സ്യൂവേഷൻ. ഓക്കെ, എല്ലാം എന്തിൽ വരുന്നതാണ്? RBIയിൽ വരുന്നതാണ്. അപ്പം 5 എണ്ണവും ശരിയാണ് കേട്ടോ. അഞ്ചാമത്തെ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. 5 എണ്ണവും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് വരിക. രണ്ടാമത്തെ ചോദ്യം, എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? എക്സിം ബാങ്ക്, എക്സിം എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ഇമ്പോർട്ട്, അതാണ് എക്സിം എന്ന് പറയുന്നത്. അത് ഏതിൽ വരുന്നതാണ്? സവിശേഷ ബാങ്കിൽ വരുന്നതാണ് അല്ലേ. ഓപ്ഷൻ ഡി, സവിശേഷ ബാങ്കുകളിൽ വരുന്നതാണ് എക്സിം ബാങ്ക്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, റീജിയണൽ റൂറൽ ബാങ്കുകൾ, അതാണ് RRB എന്ന് പറയുന്നത്, സ്ഥാപിതമായ വർഷം ഏതാണ്? സ്ഥാപിതമായ വർഷം. RRB സ്ഥാപിതമായത് 1975-ലാണ്. 75 എപ്പോഴാണ്? ഒക്ടോബർ 2-നാണ് റീജിയണൽ റൂറൽ ബാങ്ക് സ്ഥാപിതമായത്. 1975 ഒക്ടോബർ 2. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, ഇനി നാലാമത്തെ ചോദ്യം, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, അതാണ് നബാർഡ്, അറിയാലോ. ഇത് സ്ഥാപിതമായ വർഷം ഏതാണ്? നബാർഡ് സ്ഥാപിതമായത് 75 അല്ല അല്ലേ. 75 അങ്ങനെയല്ല, 75 അത് സ്ഥാപിതമായതുകൊണ്ട് ഇത് സ്ഥാപിതമാവാൻ പാടില്ല എന്നൊന്നുമില്ല. എന്തായാലും ഡിഫറെൻറ്റ് ഇയേഴ്സ് ആണ്. 75 ഏതാണ്? RRB ആണ്. ഇത് നബാർഡാണ് ചോദിച്ചിരിക്കുന്നത്. നബാർഡ് സ്ഥാപിതമായത് 1982 കേട്ടോ. നമ്മളെ തെറ്റിക്കാൻ വേണ്ടി ഇവിടെ 92 ഒക്കെ ഉണ്ട്, വീഴരുത്. 1982 ജൂലൈ 12 ആണ് എന്ത് സ്ഥാപിതമായത്? നബാർഡ് സ്ഥാപിതമായത്. അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ്. ഓക്കെ, പിന്നെ കൃഷി, ഗ്രാമവികസനം ഇതൊക്കെ ലക്ഷ്യമാക്കിയിട്ടാണ് നബാർഡ് വന്നിട്ടുള്ളത്. ഇത് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഒന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല, നമുക്ക് താഴേക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നബാർഡ് സ്ഥാപിതമായത് പഠിച്ചല്ലോ. 1982 ജൂലൈ 12, ആസ്ഥാനം മുംബൈ. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം, 1969 ഇന്ത്യ ഗവൺമെൻറ് എത്ര ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്? അപ്പോൾ ബാങ്ക് ദേശസാൽക്കരണം നമുക്ക് പഠിക്കാനുണ്ട്. 1969 ഒന്നാം ഘട്ടം നടന്നിട്ടുള്ളത്. എത്ര ബാങ്ക് ദേശസാൽക്കരിച്ചു? 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. ഓക്കെ, അപ്പം ഒന്നാം ഘട്ട ദേശസാൽക്കരണത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1770 മുതൽ 1969 വരെയാണ്. എപ്പോഴാണ് ബാങ്ക് നാഷണലൈസേഷൻ നടക്കുന്നത്? 1969 ജൂലൈ 19 ഈ ജൂലൈ 19 പ്രത്യേകത എന്താ? ബാങ്ക് നാഷണലൈസേഷൻ ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്, ജൂലൈ 19. നേരത്തെ നമ്മൾ എന്താ പഠിച്ചത്? 1982 ജൂലൈ 12 എന്ത് നിലവിൽ വന്നു? നബാർഡ് നിലവിൽ വന്നു. 1975 എന്ത് നിലവിൽ വന്നു? RRB നിലവിൽ വന്നു, മറക്കരുതേ. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്? 1969 ജൂലൈ 19 ബാങ്ക് നാഷണലൈസേഷൻ നടന്നത്. അതുകൊണ്ട് ജൂലൈ 19 ബാങ്ക് നാഷണലൈസേഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നു. അപ്പം ഒന്നാം ഘട്ട ദേശസാൽക്കരണത്തിൽ എത്ര കോടി മൂലധനമുള്ള ബാങ്കുകളാണ് നമ്മൾ ദേശസാൽക്കരിച്ചത്? 50 കോടി മൂലധനമുള്ള ബാങ്കുകളാണ്. 50 കോടി രൂപ മൂലധനമുള്ള ബാങ്കുകളാണ്. ആ സമയത്ത് ആരായിരുന്നു ധനകാര്യമന്ത്രി? ഇന്ദിരാഗാന്ധി ആയിരുന്നു അല്ലേ. ഓക്കെ, അപ്പം നമ്മൾ
ഒന്നാം ഘട്ടവുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ഒക്കെ പറഞ്ഞു. ഓക്കെ, ഇനി ആറാമത്തെ ചോദ്യം, ഭാരതീയ റിസർവ് ബാങ്ക് സ്ഥാപിതമായ വർഷം. റിസർവ് ബാങ്ക് സ്ഥാപിതമായത് എപ്പോഴാണ്? 1935 അല്ലേ? 1935 ഏപ്രിൽ 1 അപ്പോൾ ഒന്നും കൂടി പറഞ്ഞോ, 1975 ഒക്ടോബർ 2 RRB, 1982 ജൂലൈ 12 നബാർഡ്, 1969 ജൂലൈ 19 ഒന്നാം ഘട്ട ദേശസാൽക്കരണം. ഇപ്പം നമ്മൾ പഠിച്ചത് 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് നിലവിൽ വന്നു. ഓക്കെ ആണേ. ഇനി ഏഴാമത്തെ ചോദ്യം, വ്യവസായികളും വ്യാപാരികളും കൂടുതലായി ഉപയോഗിക്കുന്ന നിക്ഷേപം ഏതാണ്? അപ്പം നമുക്കറിയാം ഈ വാണിജ്യ ബാങ്കുകളുടെയൊക്കെ പ്രധാനപ്പെട്ട ധർമ്മത്തിൽ വരുന്നതാണ് എന്ത്? നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതും വായ്പകൾ നൽകുക എന്നുള്ളതും അല്ലേ? അപ്പം ഈ നിക്ഷേപങ്ങൾ നമുക്ക് പ്രധാനപ്പെട്ടത് പഠിക്കാനുള്ളതാണ്. ഏതൊക്കെയാണ്? ആവർത്തിതം, പ്രചലിതം, സമ്പാദ്യം, സ്ഥിരം. ഈ 4 ഓക്കെ, ഈ 4 തന്നെയാണുള്ളത്. ഇതിൽ വ്യവസായികളും വ്യാപാരികളും കൂടുതലായി ഉപയോഗിക്കുന്നത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അന്നപ്പോൾ ഏതാണ് ആൻസർ വരിക? പ്രചലിത നിക്ഷേപമാണ്. അപ്പം എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കണം. പ്രചലിത നിക്ഷേപത്തിൻ്റെ പ്രത്യേകത എന്താ? ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും സൗകര്യം നൽകുന്നതാണ് പ്രചലിത നിക്ഷേപം എന്ന് പറയുന്നത്. അങ്ങനെ സൗകര്യം നൽകുന്നതുകൊണ്ട് തന്നെ ഇതിനെന്താണ്? പലിശയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം എന്തൊക്കെ ചെയ്യാം? നിക്ഷേപിക്കുകയും ചെയ്യാം, പിൻവലിക്കുകയും ചെയ്യാം. ഈ ഒരു സൗകര്യമുള്ളതാണ് പ്രചലിത നിക്ഷേപം. അതിൻ്റെ രണ്ടാമത്തെ പോയിന്റ് നമുക്ക് എന്ത് പറയാം? വ്യവസായികളും വ്യാപാരികളും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന നിക്ഷേപമാണ് പ്രചലിത നിക്ഷേപം. ഇനി സമ്പാദ്യ നിക്ഷേപം എന്ന് പറഞ്ഞാൽ എന്താ? സേവിങ്സ് അല്ലേ? സേവിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പാദ്യം നിക്ഷേപിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമാണ് സമ്പാദ്യ നിക്ഷേപം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഏതിലേക്ക് പോവാം? സ്ഥിരം അല്ലേ? സ്ഥിരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് ആണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നാണ് നമ്മൾ പറയുക. അതിൻ്റെ പ്രത്യേകത എന്താ? അതെ, ഒരു നിശ്ചിത കാലയളവിലേക്കായിരിക്കും നമ്മൾ പണം നിക്ഷേപിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു കാലാവധി എത്രയാണോ അതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും എന്ത് പറയുക? പലിശ പറയുക. അടുത്തത് ആവർത്തിത നിക്ഷേപം, റെക്കറിങ് എന്ന് നമ്മൾ പറയൂലേ. അതെന്താണ്? ഒരു നിശ്ചിത തുക വീതം ഒരു പ്രത്യേക കാലയളവിലേക്ക് നമ്മൾ എല്ലാ മാസവും പണം നിക്ഷേപിക്കുന്നതിനാണ് ആവർത്തിത നിക്ഷേപം എന്ന് പറയുന്നത്. ഇതിൻ്റെ പലിശ നിരക്ക് എന്ന് പറയുന്നത് നമ്മുടെ സേവിങ്സ് ഇല്ലേ അതിനേക്കാൾ കൂടുതലും എന്നാൽ ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാൾ കുറവുമായിരിക്കും ആവർത്തിത നിക്ഷേപത്തിൻ്റെ പലിശ നിരക്ക് എന്ന് പറയുന്നത്. അപ്പം 4 നിക്ഷേപങ്ങളും നിങ്ങൾക്ക് ഒരു ഐഡിയ വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്നും കൂടി കേട്ടാൽ മതി കേട്ടോ, ഞാൻ വീണ്ടും പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള നിക്ഷേപങ്ങൾ. അതിൽ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? വ്യവസായികളും വ്യാപാരികളും കൂടുതലായി ഉപയോഗിക്കുന്നത് പ്രചലിത നിക്ഷേപം. ഓക്കെ, എട്ടാമത്തെ ചോദ്യം GST ആയി ബന്ധപ്പെട്ടതാണ്. ചരക്ക് സേവന നികുതി പ്രാബല്യത്തിൽ വന്നത് എപ്പോഴാണ്? ഇത് അധികം ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ചോദ്യമാണ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 2017 ജൂലൈ 1 മുതൽ. ഓക്കെ, ഒൻപതാമത്തെ ചോദ്യം, പഞ്ചാബ് നാഷണൽ ബാങ്ക് PNBയുടെ ആസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. ഒരുവിധം എല്ലാം നമ്മൾ മുംബൈ ആണ് പഠിക്കുന്നത്. കൊണ്ടുപോയി മുംബൈ കുത്തരുത്. അവസാനം കിടക്കുന്ന ആളാണ് ആസ്ഥാനം. ഡൽഹിയാണ്. അപ്പോൾ പഞ്ചാബിൻ്റെ ആ ഭാഗത്തല്ലേ ഡൽഹി വരുന്നത്? അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ആസ്ഥാനം ഡൽഹിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പൂർണ്ണമായും തദ്ദേശീയമായ ആദ്യ ഇന്ത്യൻ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. അതിൻ്റെ സ്ഥാപകൻ ആരാണ്? എനിക്ക് തോന്നുന്നു താഴേക്ക് ക്വസ്റ്റ്യൻ ഉണ്ടെന്ന്. ഓക്കെ, ഞാൻ പറയുന്നില്ല. 10ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ശരിയായതാണേ വേണ്ടത്. വായിച്ചു നോക്കൂ. കേരള ബാങ്കിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പഠനം നടത്താനായി കേരള സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയാണ് ശിവരാമൻ കമ്മിറ്റി. ശരിയാണോ? അല്ല. നബാർഡിൻ്റെ രൂപീകരണത്തിന് ശുപാർശ നൽകിയ കമ്മിറ്റിയാണ് നച്ചികേത് മോർ കമ്മിറ്റി. അല്ല.
പേയ്മെന്റ് ബാങ്കുകളുടെ രൂപീകരണത്തിന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് MS ശ്രീറാം കമ്മിറ്റി. അതും തെറ്റാണ്. അപ്പം 3 എണ്ണവും തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 1, 2, 3 തെറ്റാണ്. ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തല തിരിച്ചു ഒക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്കതൊന്ന് ചേരുംപടി ചേർത്ത് നോക്കാം എന്നാലല്ലേ. ഓക്കെ, എല്ലാം ഇവിടെ തന്നെ ഉണ്ട് ആൻസർ. ഫസ്റ്റത്തത് വായിക്കൂ. കേരള ബാങ്കിന്റെ രൂപീകരണത്തെക്കുറിച്ച് പഠനം നടത്താനായി കേരള സർക്കാർ രൂപീകരിച്ച കമ്മിറ്റി MS ശ്രീറാം കമ്മിറ്റിയാണ്. ഇതാ ഇവിടെയാണ് അതിൻ്റെ ആൻസർ ഇരിക്കുന്നത്. ശിവരാമൻ അല്ല, MS ശ്രീറാം കമ്മിറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ ആൻസർ വരുന്നത് MS ശ്രീറാം കമ്മിറ്റിയാണ്. ഇനി നബാർഡിൻ്റെ രൂപീകരണത്തിന് ശുപാർശ നൽകിയ കമ്മിറ്റി നചികേത് മോർ കമ്മിറ്റി അല്ല. നബാർഡിൻ്റെതാണ് ഏത്? ശിവരാമൻ കമ്മിറ്റി. ഓക്കെ. ഇനി പേയ്മെന്റ് ബാങ്കുകളുടെ രൂപീകരണത്തിന് ശുപാർശ ചെയ്ത കമ്മിറ്റി MS ശ്രീറാം അല്ല. അത് ഏതാണ്? നചികേതാണ്. ഇവിടെ എഴുതാൻ എനിക്ക് സ്ഥലമില്ല കേട്ടോ. നചികേതാണ്. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റത്തത് MS ശ്രീറാം കമ്മിറ്റി, രണ്ടാമത്തത് ശിവരാമൻ കമ്മിറ്റി, മൂന്നാമത്തത് നചികേത് മോർ കമ്മിറ്റി. എന്നിട്ടൊന്ന് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 തെറ്റായിരുന്നു. അപ്പോൾ നമ്മൾ ശരിയാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എത്രാമത്തെ ചോദ്യം? 10ാമത്തെ ചോദ്യം. 11ാമത്തെ ചോദ്യം നോക്കൂ. 2020 ഏപ്രിൽ 1 പ്രാബല്യത്തിൽ വന്ന ലയനത്തോടെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ച ബാങ്കുകൾ ഏതെല്ലാം? പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. ബാങ്ക് ലയനം പഠിക്കണം. സിൻഡിക്കേറ്റ് ബാങ്ക് ആണോ? അല്ല. യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ ശരി. അലഹബാദ് ബാങ്ക് തെറ്റ്. ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് ശരി. അപ്പോൾ 2ഉം 4ഉമാണ് ഏത്? പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് ഏതൊക്കെ വരും? 2, 4 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ വരും അല്ലേ. 2, 4 എന്ന് വരുമ്പോൾ ഓപ്ഷൻ എ വരും. അങ്ങനെയാണെങ്കിൽ സിൻഡിക്കേറ്റ് ബാങ്ക് ഏതിലാണ് ലയിച്ചത്? സിൻഡിക്കേറ്റ് ബാങ്ക് കാനറയിലും അലഹബാദ് ബാങ്ക് ഏതിലാണ്? ഇന്ത്യൻ ബാങ്കിലുമാണ് ലയിച്ചത് കേട്ടോ. ബാങ്ക് ലയനം പഠിക്കണേ. ഓക്കെ. 12ാമത്തെ ചോദ്യം. ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയിൽ RBIയുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? RBIയുടെ ലക്ഷ്യങ്ങൾ നോക്കൂ, കുറച്ചൊരു വ്യത്യസ്തമാണ്. വളർച്ചയുടെ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് വില സ്ഥിരത ഉറപ്പാക്കുന്നു ശരി. ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ റെഗുലേറ്ററും സൂപ്പർവൈസറും ശരി. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ഓക്കെ. സാമ്പത്തിക ഉൾപ്പെടുത്തൽ എല്ലാം ഇതിൽ വരുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 1, 2, 3, 4 1, 2, 3, 4 ശരിയാണ്. 12ാമത്തെ ചോദ്യം കേട്ടോ. RBIയുടെ ലക്ഷ്യങ്ങളിൽ വരുന്നതാണ്. ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. 13ാമത്തെ ചോദ്യം. താഴെ തന്നതിൽ തെറ്റായ ജോഡി ഏതാണ്? അപ്പം നമ്മൾ കുറേയൊക്കെ ഇതിൽ പഠിച്ചു അല്ലേ. RRB 1975 പഠിച്ചു ശരിയാണ്. നബാർഡ് 1982 പഠിച്ചത് ശരിയാണ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് എനിക്ക് തോന്നുന്നു ഞാൻ വർഷം പറഞ്ഞിട്ടില്ല. 1884 എന്നാണ് പറയുന്നത്. തെറ്റാണ്. മുദ്ര ബാങ്ക് 2015 ശരിയാണ്. അപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഇയർ നമ്മൾ പഠിക്കണം. 1894 1894 പഞ്ചാബ് നാഷണൽ ബാങ്ക് രൂപീകൃതമായിട്ടുള്ളത്. 1894 മെയ് 19 കേട്ടോ. മെയ് 19. കുറേ 19ൻ്റെ കളിയുണ്ട് അല്ലേ. ജൂലൈ 19 ബാങ്ക് നാഷണലൈസേഷൻ ഡേ ആണ്. ഇനി ഇപ്പോൾ പറഞ്ഞത് മെയ് 19 കേട്ടോ. 1894 മെയ് 19 പഞ്ചാബ് നാഷണൽ ബാങ്ക് നിലവിൽ വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ പൊതുമേഖലാ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഇതിൻ്റെ 125ാം വാർഷികമാണ് നമ്മൾ 2019 ആഘോഷിച്ചത് കേട്ടോ. ഓക്കെ. 13 ഓക്കെ ആയേ. 14 ഇന്ത്യയിൽ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ തുടങ്ങാനായുള്ള സാമ്പത്തിക സഹായത്തിനായി ആരംഭിച്ച ബാങ്ക്. അത് അതിൻ്റെ പേരിൽ തന്നെയുണ്ട്. ചെറുകിടം ഇടത്തര വ്യവസായങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഏത് കിട്ടണം? നബാർഡിലേക്ക് പോകരുത്. എക്സിം ബാങ്കും അല്ല, മുദ്ര ബാങ്കും അല്ല, സിഡ്ബി ആണ്. സിഡ്ബി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എഴുതുക. ഓക്കെ, ഇതാണ് സിഡ്ബി. എന്താണ് ഇതിൻ്റെ ഫുൾ ഫോം? സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പം നമുക്ക് മനസ്സിലായല്ലോ, ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ തുടങ്ങാനുള്ള സാമ്പത്തിക സഹായത്തിനായി ആരംഭിച്ചതാണ് സിഡ്ബി കേട്ടോ. ഓക്കെ. 15ാമത്തെ ചോദ്യം. ബാങ്കുകൾ ദേശസാൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധി.
16 ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനം ഏതാണ്? ഫസ്റ്റ് ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനം ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ്. 17 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ പണപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ RBI സ്വീകരിക്കുന്ന നടപടികൾ എന്തെല്ലാം? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ പണപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ RBI സ്വീകരിക്കുന്ന നടപടികൾ എന്തെല്ലാം? അധികവും എല്ലാം കൂട്ടുന്നു എന്നായിരിക്കും നമ്മൾ പഠിച്ചത്. അങ്ങനെ വെച്ച് തന്നെ നോക്കി നോക്കൂ, ഏത് വരും? റിപ്പോ റേറ്റ് കൂട്ടുന്നു, റിവേഴ്സ് റിപ്പോ റേറ്റ് കൂട്ടുന്നു, കരുതൽ ധനാനുപാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് റിസർവ് റേഷ്യോ, അതെന്താ കുറയ്ക്കുന്നു എന്നാ പറഞ്ഞത്, തെറ്റാണ്. SLR നിരക്ക് വർദ്ധിപ്പിക്കുന്നു, ശരിയാണ്. അപ്പോൾ 1, 2, 4 ആണ് നമുക്ക് ശരിയായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഏത് വരും? ഓപ്ഷൻ എ വരും. 1, 2, 4 ശരിയാണ് കേട്ടോ. ഓക്കെ, 18ാമത്തെ ചോദ്യത്തിലേ പോവാണ്. ശരിയായ പ്രസ്താവനകളാണ് വേണ്ടത്. ശരിയായ പ്രസ്താവനകൾ കേട്ടോ. നിങ്ങൾ വായിച്ചു നോക്കൂ. ഓപ്ഷൻ കാണണോ? ഓപ്ഷൻ കാണാമല്ലോ അല്ലേ? ഒന്ന് പോസ് ചെയ്തിട്ട് വായിക്കണേ. ഞാൻ ആൻസർ പറയാൻ പോവാണ്. ഇന്ത്യയിൽ മൊബൈൽ ATM ആരംഭിച്ച ആദ്യ ബാങ്ക് കനറ ബാങ്ക്. ഫസ്റ്റ് തന്നെ തെറ്റാണ്. ICICI ബാങ്കാണ് ഇന്ത്യയിൽ ആദ്യമായി ഇന്റർനെറ്റ് ബാങ്കിംഗ് സംവിധാനം ആരംഭിച്ചതെന്ന് പറഞ്ഞാൽ ശരിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ബാങ്ക് SBI ആണ്, ശരി. ഇന്ത്യയിൽ ആദ്യ പേയ്മെന്റ് ബാങ്ക് എയർടെൽ പേയ്മെന്റ് ബാങ്കാണ്, അതും ശരിയാണ്. അപ്പോൾ ഫസ്റ്റ് ആണ് തെറ്റ്. നമുക്ക് വേണ്ടത് ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ 2, 3, 4 ശരിയായിട്ടുള്ളത്. അങ്ങനെയുള്ള ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത്. അപ്പോൾ 18 ഓപ്ഷൻ ബി ആണ് വരുന്നത്. 2, 3, 4 ആണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തത് തെറ്റാണ്. എന്താ തെറ്റിയത്? ഇന്ത്യയിൽ മൊബൈൽ ATM ആരംഭിച്ച ആദ്യ ബാങ്ക് കനറ ബാങ്ക് എന്നാണ് പറയുന്നത്. കനറ ബാങ്ക് അല്ല, അതും ഏത് തന്നെയാണ്? ICICI ആണ്. ICICIന്റെ ഫുൾ ഫോം എന്താണ്? ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. ഓക്കെ, ICICI നിലവിൽ വരുന്നത് 1994 എവിടെയാണ് അതിൻ്റെ ആസ്ഥാനം? മുംബൈ ആണ് കേട്ടോ, മുംബൈ ആണ്. ഇനിയോ ഇന്ത്യയിലെ ആദ്യ യൂണിവേഴ്സൽ ബാങ്ക് ആണ് ICICI. അപ്പോൾ ICICIന്റെ പ്രത്യേകത നമുക്ക് ഓരോന്നായിട്ട് പറയാം. 1994 നിലവിൽ വന്നു, ആസ്ഥാനം മുംബൈ ആണ്. പിന്നെയോ ആദ്യത്തെ യൂണിവേഴ്സൽ ബാങ്ക് ആണ്, ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സൽ ബാങ്ക് ആണ്. പിന്നെ ഇന്ത്യയിൽ മൊബൈൽ ATM ആരംഭിച്ച ആദ്യ ബാങ്കാണ് ICICI ബാങ്ക്. ഈ രണ്ടാമത്തെ പോയിന്റാണ് വായിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഇന്റർനെറ്റ് ബാങ്കിങ് സംവിധാനം ആരംഭിച്ചതും ICICI ആണ് കേട്ടോ. ഓക്കെ, അതൊക്കെയാണ് ICICI ബന്ധപ്പെട്ട് നമ്മളിപ്പം നോക്കിയത്. ഇനി 19ാമത്തെ ചോദ്യം. ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി. ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ചോദിച്ചാൽ മൽഹോത്ര കമ്മിറ്റിയാണ്. ഓപ്ഷൻ ഡി മൽഹോത്ര കമ്മിറ്റി. 20ാമത്തെ ചോദ്യം. RBIയുടെ ആസ്ഥാനം. RBIയുടെ ആസ്ഥാനം ഏതാണ്? മുംബൈ ആണ് അല്ലേ? റിസർവ് ബാങ്ക് എന്നാണ് നിലവിൽ വരുന്നത്? 1935 ഏപ്രിൽ 1. ഓക്കെ. 21 താഴെ പറയുന്നവയിൽ കേന്ദ്ര ബാങ്കിൻ്റെ പ്രധാന ധർമ്മങ്ങൾ. അതെന്തൊക്കെ തന്നെയാ? നോക്കിക്കേ, കാണാലോ. പോസ് ചെയ്തിട്ടൊന്ന് ആൻസർ പറയണേ. എത്രാമത്തെ ചോദ്യമായിരുന്നു? 21ാമത്തെ ചോദ്യം അല്ലേ? 21ാമത്തെ ചോദ്യം എത്തിയിട്ടുണ്ട്. നോട്ട് ഇറക്കുന്നു, ശരി. ഒരു മിനിറ്റ്. നോട്ട് ഇറക്കുന്നു, ശരിയാണ്. പിന്നെയോ വിദേശ നാണ്യം സൂക്ഷിക്കുന്നു, ശരിയാണ്. സമ്പദ് വ്യവസ്ഥയിലെ പണത്തിൻ്റെ വിതരണത്തെ നിയന്ത്രിക്കുന്നു, അതും ശരിയാണ്. ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നു, എല്ലാം ശരിയാണെന്ന് പറഞ്ഞു പോകരുതേ, തെറ്റാണ് കേട്ടോ. ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അത് ആരുടെ ഡ്യൂട്ടിയാണ്? SBIൻ്റെ ആണ്. അപ്പം നമുക്ക് ശരിയായിട്ടുള്ളത് ഏതൊക്കെയാ? 1, 2, 3 ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ഡി ഇതാ കിടക്കുന്നു. ഓപ്ഷൻ ഡി 1, 2, 3 ശരി. ഓക്കെ. 22ാമത്തെ ചോദ്യം. ICICI ബാങ്കുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് വേണ്ടത്. ആരാണ്? ICICI. കുറച്ച് പോയിന്റ്സ് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? ഇന്ത്യയിൽ ഇന്റർനെറ്റ് ബാങ്കിങ് ആരംഭിച്ച ആദ്യ ബാങ്ക്, ശരി. ഇന്ത്യയിൽ ആദ്യമായി സഞ്ചരിക്കുന്ന ATM ആരംഭിച്ച ബാങ്ക്, ശരി. ഇന്ത്യയിൽ ആദ്യത്തെ ഒഴുകുന്ന ATM സ്ഥാപിച്ചത് ICICI അല്ല കേട്ടോ. സഞ്ചരിക്കുന്നത് ICICI ആണ്. ഒഴുകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആരാണ്? ICICI അല്ല. ഇന്ത്യയിൽ ആദ്യ ISO സർട്ടിഫൈഡ് ബാങ്ക് ICICI അല്ല. അപ്പോൾ ശരിയാണ് ചോദിച്ചത്, 1ഉം 2ഉമാണ് ശരി. അപ്പോൾ ഏത് വരും? 22 ഓപ്ഷൻ ബി വരും. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. 3ഉം 4ഉം തെറ്റിപ്പോയി. എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന ATM സ്ഥാപിച്ചത് SBI ആണ് കേട്ടോ. SBI ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് ബാങ്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാനറ ബാങ്കാണ്. ഓക്കെ ആണ്. അപ്പോൾ 22 ഓക്കെ ആയി. 23 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നടപ്പിലാക്കിയ വർഷം. അപ്പോൾ എക്കണോമിക്സിൽ നമുക്ക് കുറേ ബാങ്കുകളായതുകൊണ്ട് തന്നെ കുറേ വർഷങ്ങൾ പഠിക്കാനുണ്ട്. വർഷങ്ങൾ ചോദിക്കും, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നിലവിൽ വന്നത്, നടപ്പിലാക്കിയ വർഷം 1949 ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഇനി 24ാമത്തെ ചോദ്യം, RBI നിലവിൽ വന്നത് ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ്? RBI നിലവിൽ വന്നത് ഏത് കമ്മീഷൻ്റെ ആണ്? ഹിൽട്ടൺ എൻ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ്. അതുകൊണ്ട് 24 ഓപ്ഷൻ ബി ആണ് ആൻസർ, RBI. ഇനി 25ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുള്ളത് ഹിന്ദുസ്ഥാൻ ബാങ്കാണ്. 1770 കേട്ടോ. 1770 ഹിന്ദുസ്ഥാൻ ബാങ്കാണ് ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ ബാങ്ക്. 26 കാർഷിക മേഖലയ്ക്കും ഗ്രാമീണ വികസനത്തിനും ഊന്നൽ നൽകുന്ന ദേശീയ ബാങ്ക് ഏതാണ്? നമുക്കറിയാലോ അല്ലേ, കാർഷിക മേഖല, ഗ്രാമീണ വികസനം എന്നൊക്കെ കണ്ട വേഗം ഏതെഴുതിക്കൊള്ളണം? നബാർഡ് എഴുതിക്കൊള്ളണം. നബാർഡ്. ഓക്കെ. 1982 ജൂലൈ 12 ശരിയല്ലേ? ഓക്കെ. ഇനി 27ാമത്തെ ചോദ്യം, ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിനും എൻകാഷ് ചെയ്യുന്നതിനും അംഗീകാരമുള്ള ഇന്ത്യയുടെ ബാങ്ക് ഏതാണ്? അപ്പോൾ ഇലക്ട്രൽ ബോണ്ട് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു, ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് SBI ആണ് ശരിയായ ഉത്തരം. ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിനും എൻകാഷ് ചെയ്യുന്നതിനും അംഗീകാരമുള്ള ഇന്ത്യയുടെ ബാങ്ക് SBI. ഇനി 28ാമത്തെ ചോദ്യം, ആദ്യമായി ബാങ്കുകളുടെ ദേശസാൽക്കരണം നടന്നത് എപ്പോഴാണ്? അത് നമ്മൾ പഠിച്ചു, 1969 ജൂലൈ 19 നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. ജൂലൈ 19 ബാങ്ക് നാഷണലൈസേഷൻ ഡേ എന്നും പഠിച്ചു. 29 കറൻസിയേതര പണ കൈമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കാൻ. എന്താണ് കറൻസിയേതര പണ കൈമാറ്റം? അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് തയ്യാറാക്കിയ മൊബൈൽ ആപ്പ് ഏതാണ്? ഭാരത് ഇൻ്റർഫേസ് ഫോർ മണി. ഭാരത് ഇൻ്റർഫേസ് ഫോർ മണി. 30ാമത്തെ ചോദ്യം, വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക് ഏതാണ്? വായ്പകളുടെ നിയന്ത്രകൻ ആരാണ്? റിസർവ് ബാങ്ക് ആണ്. ഒരു സംശയമില്ലല്ലോ. അപ്പം നമ്മൾ 30 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഒരു റിവിഷൻ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം ഒരുവിധം പോയിൻറ്റ്സൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു സാമ്പത്തിക മേഖലകളും അതേപോലെ ഉൽപ്പാദന ഘടകങ്ങളൊക്കെ നമുക്ക് SCRTയിൽ വരുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. നമുക്കത് വേറെ സെറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ഞാൻ ചെയ്യാം കേട്ടോ. വേറെയും ക്വസ്റ്റ്യൻസ് നമുക്ക് എടുക്കാൻ പറ്റിയാൽ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കൂ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.